Okay. So ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. കാന്റിലിവർ ആണ്. കാന്റിലിവർ ബീമിന്റെ കാന്റിലിവർ ബീം എന്ന് വെച്ചാൽ എന്താണ്? വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഇവിടെ നമുക്ക് UDL ആക്ട് ചെയ്യുന്നു. UDL acting at a distance of 1.25 meter from free end. 1.25 meter from free end. Free end എന്ന് വെച്ചാൽ എന്താണ്? B point ആണ് free end. Free end ഇത് 1.25 meter ഡിസ്റ്റൻസിലാണ് 2 kN per meter എന്നുള്ള UDL ആക്ട് ചെയ്യുന്നത്. അത് കൂടാതെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, it also carries a point load of 3 kN at a distance of 0.25 meter from the free end. It also carries a point load, 3 kN point load, 0.25 meter from the free end. 0.25 meter from the free end, 3 kN act ചെയ്യുന്നു. 2 kN per meter, 1.25 meter from the free end act ചെയ്യുന്നു. Question clear ആണോ എല്ലാവർക്കും? Yes, sir. So, ഇതിനെ നമുക്ക് എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞേ. ഇതിനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 3. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് 3 പാർട്സ്? CB, DC, AD. 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എടുക്കുന്ന പാർട്ടാണ് CD എന്ന് പറഞ്ഞ പാർട്ട്. CD നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടാണ് CD എന്ന് പറഞ്ഞ പാർട്ട്. CD എന്ന് പറഞ്ഞ പാർട്ട്. അപ്പൊ CD എന്ന് പറഞ്ഞ CB എന്ന് പറഞ്ഞ പാർട്ട്. CB എന്ന് പറഞ്ഞ പോർഷനിൽ നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മാത്രമേ ഉള്ളൂ CB എന്ന് പറഞ്ഞ പോർഷൻ. അപ്പോൾ CB പോർഷൻ, അപ്പോൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ബിറ്റ്വീൻ C ആൻഡ് B. അപ്പോൾ CB പോർഷനിൽ നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണുള്ളത്. നമ്മൾ സെക്ഷൻ എടുക്കുന്നത് എവിടെയാണ്? ഇവിടെ നമ്മൾ സെക്ഷൻ XX എടുത്തു. ഇനി ഒറിജിൻ പോയിന്റ് ഏതാ എടുക്കുന്നത്? ഫ്രീ എൻഡ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ B ഡിസ്റ്റൻസ്, ഫ്രം B ആണ് X ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും ഇക്വേഷൻ ആണ് ഫോർ എനി സെക്ഷൻ ബിറ്റ്വീൻ C ആൻഡ് B. ഫോർ എനി സെക്ഷൻ ബിറ്റ്വീൻ C ആൻഡ് B, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ. അപ്പോ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, നമുക്ക് ഈ ലോഡ് വാല്യൂ എത്രയായിരുന്നു? 2 kN per meter ആയിരുന്നു ലോഡ് വാല്യൂ. 2 kN per meter ലോഡ്. 2 kN per meter ആണ് ലോഡ് വാല്യൂ. അപ്പോ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ F of X is equal to എന്ത് വരും? പറഞ്ഞേ, ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത് സെക്ഷൻ നമ്മൾ ഏതാ കൺസിഡർ ചെയ്യണ്ടേ? സെക്ഷന്റെ റൈറ്റ് പോർഷൻ. ഇതാണ് സെക്ഷൻ XX എന്നുള്ള പോയിന്റ്. സെക്ഷന്റെ റൈറ്റ് പോർഷൻ. സെക്ഷന്റെ റൈറ്റ് പോർഷൻ എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ലോഡ് ആക്കണം? പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ എന്താ? പോയിന്റ് ലോഡായിട്ട് വരുമ്പോൾ വരുന്ന വാല്യൂ എന്താ? നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ 2. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? X ഡിസ്റ്റൻസ്. അപ്പൊ 2 into X ആണ് ലോഡ് വാല്യൂ. 2 into X. ഈ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എവിടെയാ? പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മളെ സെക്ഷൻ മുതൽ B വരെയുള്ള പോർഷൻ ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ അതിന്റെ സെന്ററിലാണ് ആക്ട് ചെയ്യുന്നത്. X/2, ഇവിടെയും X/2.
പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സർ ഒന്നും കൂടി പറയൂ. യെസ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണ്? സി ബി എന്ന് പറഞ്ഞ പോർഷൻ ആണ്, സി ബി പോർഷൻ. അപ്പോൾ സി ടു ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സി ടു ബി. അപ്പോ സി ബിയിൽ ഇത് സി പോയിന്റ്, ഇത് ബി പോയിന്റ്. ഇതിനിടയ്ക്ക് നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യാണ്. സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഒറിജിൻ പോയിന്റ് എടുക്കുന്നത് എവിടാണ്? ഫ്രം ബി ആണ് ഒറിജിൻ, ബി ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫ്രം ബി ടു സെക്ഷൻ എക്സ് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫ്രം ബി ടു സെക്ഷൻ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് മാർക്ക് ചെയ്തു. ഫ്രം ബി ടു സെക്ഷൻ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു സെക്ഷന്റെ റൈറ്റ് പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സെക്ഷന്റെ ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ഫുൾ ലെങ്തും കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എന്താണ്? സെക്ഷന്റെ റൈറ്റ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഫ്രീ എൻഡ് എന്നുള്ള പോർഷൻ ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷന്റെ റൈറ്റ് സൈഡ് പോർഷൻ ഇവിടെ എന്താണുള്ളത്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണുള്ളത്. സെക്ഷൻ എക്സ് എക്സ്, ഇതിന് റൈറ്റ് സൈഡിൽ വരുന്ന പോർഷൻ. ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്മോൾ എക്സ്. അതാണ് ഈ വരച്ചിരിക്കുന്ന സ്മോൾ എക്സ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഈ തന്നിരിക്കുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ലോഡ് വാല്യൂ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ എന്താണ്? 2 കിലോ ന്യൂട്ടൺ ആണ്. 2 കിലോ ന്യൂട്ടൺ. അപ്പൊ 2 മൾട്ടിപ്ലൈഡ് ബൈ എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എക്സ് ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 2 ഇൻറ്റു എക്സ് ആണ് ലോഡ് വാല്യൂ. 2 ഇൻറ്റു എക്സ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കിയപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 2 ഇൻറ്റു എക്സ്. ഇനി ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന എന്താണ്? ഈ എക്സിന്റെ പകുതിയിലായിരിക്കും. x/2 ഡിസ്റ്റൻസിലാണ് ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. x/2 ഡിസ്റ്റൻസിലാണ് ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടോ? സർ മനസ്സിലായി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. എല്ലാവർക്കും മനസ്സിലായോ? എനിക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞേ. എഫ് ഓഫ് എക്സ്, ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനും ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷനും. എഫ് ഓഫ് എക്സ് ഷിയർ ഫോഴ്സ് എന്ത് വരും? നമുക്കുള്ള ലോഡ് വാല്യൂ എന്താണ്? 2x അല്ലേ ലോഡ് വാല്യൂ. അപ്പൊ ഷിയർ ഫോഴ്സ് എഴുതുമ്പോൾ 2 ഇൻറ്റു എക്സ് ഷിയർ ഫോഴ്സ്. ഇനി ബെൻഡിങ് മൊമെന്റ് പറഞ്ഞേ. mx is equal to എന്ത് വരും? മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ ഇതാണ്ട് ഈ കട്ട് ചെയ്തേക്കുന്ന സെക്ഷനിലെ മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സ് വാല്യൂ 2x ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? x/2. 2x ഇൻറ്റു x/2. ഇതെന്താ വരുന്നത്? ഈ 2x ഇങ്ങനെ വന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോ ബീമിന്റെ പോസിബിലിറ്റി, ബീം വിൽ ബെൻഡ് അപ്വേർഡ്സ്. ബീം ബെൻഡ് അപ്വേർഡ്സ് ആണെങ്കിൽ ഹോഗിങ് മൊമെന്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ -x² എന്ന് എഴുതാം. -x². മനസ്സിലായോ? യെസ് സർ. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? അറ്റ് ബിയിൽ എക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു 0.25. അല്ല, ബി അല്ലേ നമ്മുടെ ഒറിജിൻ പോയിന്റ്. ബി എന്നാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോ ബിയില് എക്സിന്റെ ടേം 0. ബി എന്നാണ് എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ബി ആണ് ഒറിജിൻ പോയിന്റ്. സോ അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും വരുന്നത്? എക്സിന്റെ അടുത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0 ആൻഡ്
മൊമെന്റ് അറ്റ് ബി. മൊമെന്റ് അറ്റ് ബി എന്ത് വരും? 0. മൊമെന്റ് അറ്റ് 0 ആണ് വരുന്നത്. മൊമെന്റ് അറ്റ്. പിന്നെ ഓർക്കണം, നമ്മൾ ഈ സി പോയിന്റിന്റെ ഇതാണ്ട് ഈ സെക്ഷന്റെ റൈറ്റ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സി പോയിന്റ് ഉള്ള ലോഡ് ഒന്നും എടുക്കാത്തത്. സെക്ഷൻ കട്ട് ചെയ്ത് സെക്ഷന്റെ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ ഫുള്ള് കൺസിഡർ ചെയ്യണം, റൈറ്റ് സൈഡിലെ പോർഷൻ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യണം. നമ്മൾ എടുക്കുന്നത് റൈറ്റ് സൈഡ് പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 കിട്ടി, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 0 കിട്ടി. ഇനി അറ്റ് സി പോയിന്റ്, സിയില് എക്സിന്റെ ടേം എന്താ വരുന്നത്? സിയില് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 0.25. x is equal to 0.25. ബി മുതൽ സി വരെ ഡിസ്റ്റൻസ് 0.25 ആണ്. അപ്പോൾ x is equal to 0.25. ഇനി നോക്കിക്കേ, ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താ വരുന്നത്? എഫ് സി is equal to 0.5 kilonewton. 2 into 0.25. 2 into 0.25 ചെയ്യുമ്പോൾ 0.5 kilonewton. 0.5 kilonewton. 0.5 kilonewton. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ചെയ്യുമ്പോഴോ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി മൈനസ് എക്സ് സ്ക്വയർ, അപ്പൊ മൈനസ് 0.25 square is equal to minus 0.0625. 0625 minus 0.0625 kilonewton meter. സോ ഇതാണ് വരുന്നത്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അത് ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. So minus 0.0625 minus 0.0625 kilonewton meters. എല്ലാവർക്കും മനസ്സിലായോ? ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 കാൽക്കുലേറ്റ് ചെയ്തു, ഷിയർ ഫോഴ്സ് അറ്റ് സി 0.5 kilonewton, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ബി 0, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി മൈനസ് 0.0625 kilonewton meter. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. Yes, sir. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ്? അപ്പോ സി മുതൽ ബി വരെയുള്ള പോർഷൻ കൺസിഡർ ചെയ്തു. അടുത്ത ഏത് പോർഷനാ കൺസിഡർ ചെയ്യണ്ടേ? D to C. ഡി ടു സി. ഡി ടു സി പോർഷൻ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ സെക്ഷൻ എവിടെ എടുക്കും? ഡി ടു സി പോർഷൻ കൺസിഡർ ചെയ്തു, ഇവിടെ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്തു. ഇനി എവിടെ നിന്ന് എവിടം വരെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഫ്രം ബി, ഫ്രം ബി ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫ്രം ബി ടു സെക്ഷൻ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് മെഷർ ചെയ്തു. ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് മെഷർ. ഫ്രം ബി ടു സെക്ഷൻ ഡിസ്റ്റൻസ് ഇസ് ടേക്കൺ ആസ് എക്സ്. ഇനി നമ്മൾ എവിടം വരെയുള്ള പോർഷൻ കൺസിഡർ ചെയ്യണം? സെക്ഷന്റെ റൈറ്റ് സൈഡ് പോർഷൻ. ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പൊ എന്താ വരിക? നമ്മൾ ഇവിടെ ഇങ്ങനെ സെക്ഷൻ എടുത്തു, ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുത്തു. അപ്പോ സി ബി ലെങ്ത് എത്രയായിരുന്നു? സി ബി ലെങ്ത് 0.25. 0.25. 3 മുതൽ സെക്ഷനുള്ള ഡിസ്റ്റൻസ് അപ്പൊ എന്ത് വരും? X minus 0.25. X minus 0.25. ഇനി ഇതിന്റെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ഷിയർ ഫോഴ്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 into x minus 2 into നമ്മൾ ഈ 2 kilonewton എന്താക്കി മാറ്റണം? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 2 kilonewton per meter. അതിനെ എന്ത് ലോഡാക്കി മാറ്റണം? Point load. പോയിന്റ് ലോഡാക്കി മാറ്റണം. പോയിന്റ് ലോഡാക്കി മാറ്റുമ്പോൾ എന്താ വാല്യൂ വരുന്നത്? 2x.
2 into x. ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? x ആയിരുന്നു. അത് എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? x by 2 ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. x by 2. ഇനിയിപ്പോ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ പറയാമല്ലോ. ഏതൊക്കെ വരും ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ? നമുക്ക് 3 കിലോ ന്യൂട്ടൺ എന്നൊരു പോയിന്റ് ലോഡും ഉണ്ട്, 2x എന്നുള്ളത് ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. UDL നെ എന്താക്കി? 2x എന്നുള്ള ഒരു പോയിന്റ് ലോഡ് ആക്കി മാറ്റി. അപ്പൊ 3ഉം 2xഉം 3 plus 2x. 3 plus 2x. എന്താണ് പ്ലസ് വരാൻ കാര്യം? റൈറ്റ് സൈഡിൽ താഴോട്ട്. റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി മൊമെന്റ് അറ്റ് എക്സ് പറഞ്ഞേ. മൊമെന്റ് അറ്റ് എക്സ്. മൊമെന്റ് അറ്റ് എക്സ് നമുക്ക് എന്താ? 3 കിലോ ന്യൂട്ടൺ എന്ന ലോഡും ഉണ്ട്, 2x എന്ന ലോഡും ഉണ്ട്. രണ്ടിന്റെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അറിയാം. 3 into 0.25. 3 into 3യുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? x minus 0.25. 3 into x minus 0.25. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ്. ഇനി 2xന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കിയതാണ് 2x. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് minus 2x into minus 2x into ഈ സെക്ഷൻ വരെ ഡിസ്റ്റൻസ് എത്രയാണ്? x by 2. അപ്പോ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് x സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ മൈനസ് 3 into x minus 0.25 minus x square. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെയും ഇക്വേഷൻ കിട്ടി. ഫോർ ഏതാണ്? D2C സെക്ഷന്റെ ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെയും ഇക്വേഷൻ കിട്ടി. ഇനി അറ്റ് സി പോയിന്റിലെ ഷിയർ ഫോഴ്സ് എക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ബി ആണ് ഒറിജിനൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോ സി വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരുന്നു? BC ലൈൻ 0.25. അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു 0.25. ഇനി അപ്പോ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത് വരും? F of C is equal to shear force at C is equal to 3 plus 2 into 0.25. equal to എത്ര വരുന്നത്? 3.5 kilonewton. 3.5 kilonewton. 3.5 kilonewton. ഇനി മൊമെന്റ് അറ്റ് സിയോ? മൊമെന്റ് അറ്റ് സി 3 into 0.25 minus 0.25 ആകുമ്പോൾ എന്തായി? അത് 0 ആയിപ്പോയി. ഇനി എന്താ വരുന്നത്? മൈനസ് 0.625. സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് 0.625. മൈനസ് 0.625 കിട്ടി. മൈനസ് 0.625. ഇനി എന്താ ചെയ്യണ്ടേ? അറ്റ് ഡിയിലാകുമ്പോ എക്സിന്റെ വാല്യൂ എന്ത് വരും നോക്കിക്കേ. At D 1.25. 1.25. അപ്പൊ ഡിയിലാകുമ്പോ എക്സിന്റെ വാല്യൂ ബി മുതൽ ഡി വരെ ഡിസ്റ്റൻസ് എന്താണ്? 1.25 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0.25. At D x is X 1.25. 1.25 മാറിപ്പോയതാ പറഞ്ഞത്. 1.25 meters. 1.25 meters. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി 3 plus 2 into 1.25 എന്ത് വരും? ഷിയർ ഫോഴ്സ് അറ്റ് ഡി 3 plus 2 5.5 kilonewton. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി 5.5 kilonewton. ഇനി മൊമെന്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു
മൊമെന്റ് ഡി, മൊമെന്റിന്റെ ഇക്വേഷൻ താണ്ടേ 3 -3 × x - 0.25 - x². അവിടെ എക്സിന്റെ അടുത്ത് 1.25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും ആൻസർ? -3 × 1.25 - 0.25 - 1.25 the whole square. എക്സിന്റെ അടുത്ത് 1.25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ പറഞ്ഞേ. -4.56. -4.56 kilonewton meters. യൂണിറ്റ് എഴുതിക്കോണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. 4.56 kilonewton meters. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? ഇനി അടുത്ത സെക്ഷൻ AD സെക്ഷനിൽ AD പോർഷന്റെ സെക്ഷൻ എടുക്കണം. എന്നിട്ട് ഒറിജിൻ പോയിന്റ് എവിടെ എടുക്കുന്നേ? ബി പോയിന്റ് ഒറിജിൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞേ. F of x is equal to, ഇവിടെ നമുക്കുള്ള ഫോഴ്സ് എന്താണ്? ഒരു ഫോഴ്സ് 3 kN. സെക്ഷൻ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് പോസിറ്റീവ് 3. ഇനി എന്താണുള്ളത്? 2 kN/m എന്നുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതിനെ എന്ത് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം? Point load. ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? 2x. x അല്ലല്ലോ. 2 kN ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാ? D to B ലെങ്തിലാണ് 2 kN/m എന്നുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലേ? 1.2 kN/m എന്നുള്ള UDL D to B ഡിസ്റ്റൻസിലല്ലേ ആക്ട് ചെയ്യുന്നത്. നമ്മൾ സെക്ഷൻ എവിടെ എടുത്തിരിക്കുന്നത്? D കഴിഞ്ഞിട്ടാണ് സെക്ഷൻ എടുത്തു വെച്ചിരിക്കുന്നത്. സോ എന്താണ്? Into 1.25. Into 1.25. 2 into 1.25 എത്ര വരും? 2 into 1.25 ചെയ്യുമ്പോൾ 2.5. 2.5 kilonewton. ഇപ്പൊ 2.5 kilonewton ആണ് പോയിന്റ് ലോഡ് ആക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി ആ 2.5 kilonewton എവിടെ ആക്ട് ചെയ്യുന്നതെന്നും കൂടി പറഞ്ഞേ. ഡിസ്റ്റൻസും കൂടി പറഞ്ഞേ. 2.5 kilonewton ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. (1.25 / 2). 1.25 divided by 2. അത് എത്ര വരും? 1.25 divided by 2 ചെയ്യുമ്പോൾ 0.6. 0.6 ഉള്ള 0.625. 0.625 meter. 0.625 meters. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സിനകത്ത് 3 ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? 3 + 2.5 kilonewton. 3 + 2.5. അപ്പൊ എന്തോന്ന്? ഷിയർ ഫോഴ്സ് 5.5 kilonewton. ഷിയർ ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. F of x is equal to 5.5 kilonewton. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെന്റിന്റെ ഇക്വേഷൻ. നമുക്കുള്ള ഫോഴ്സ് എന്താണ്? ഒരു ഫോഴ്സ് 3 ആണ്. 3യുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് x പറഞ്ഞേ. 3 മുതൽ ഈ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എത്ര വരും?
X minus 0.25. X minus 0.25. X minus 0.25. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മൊമെന്റ് Negative. പോസിറ്റീവ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണ്. നെഗറ്റീവ് മൊമെന്റ് ഇങ്ങനെയാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ അതെന്താ? ബീം ഹോഗ് ചെയ്യാണ്. ഹോഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. പിന്നെന്താണ്? സെക്ഷൻ മുതൽ ഫുൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്തായിട്ടുള്ളത്? എക്സ് ആയിട്ടുള്ളത്. അതിനകത്തുനിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 0.25. സി ടു പോയിന്റ് ലോഡ് ടു ബി. അപ്പോൾ റിമൈനിങ് ഡിസ്റ്റൻസ് എക്സ് മൈനസ് 0.25. എക്സ് മൈനസ് 0.25. ഇനി നമ്മൾ കൺവേർട്ട് ചെയ്ത 2.5 കിലോ ന്യൂട്ടന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് വരും? 2.5 കിലോ ന്യൂട്ടന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്താ? 0.625 അല്ലേ? പോയിന്റ് ലോഡ് ടു ബി 0.625 ആണ്. ബി മുതൽ സെക്ഷൻ ഉള്ള ഡിസ്റ്റൻസ് എക്സ്. അപ്പോ എക്സ് മൈനസ് 0.625. എക്സ് മൈനസ് 0.625. അപ്പൊ മൈനസ് 2.5 ഇൻറ്റു എക്സ് മൈനസ് 0.625. ഓക്കെ. ഇനി അറ്റ് ഡി എക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? ഡി എക്സിന്റെ വാല്യൂ 1.25. So at D, x is equal to 1.25. അപ്പോൾ ഡിയിൽ എക്സിന്റെ വാല്യൂ 1.25 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ കണ്ടോ? 1.25 മൈനസ് 0.25 മൈനസ് 2.5 മൈനസ് 1.25 മൈനസ് 0.625. ആൻസർ കിട്ടുന്നത് മൈനസ് 4.5625. സോ എക്സിന്റെ അടുത്ത് 1.25 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൊമെന്റ് അറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി മൊമെന്റ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സിന്റെ വാല്യൂ എത്ര കൊടുക്കണ്ടേ? എക്സ് ഇസ് ഈക്വൽ ടു 1.5. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 1.5 ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 1.5. അപ്പൊ 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ മൊമെന്റ് അറ്റ് എക്സിൽ 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് 5.9375. മൈനസ് 5.9375. ക്ലിയർ ആയോ? ഇതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് പറയട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? മനസ്സിലായി. Yes, sir. സോ നമ്മൾ SFD വരയ്ക്കാനായിട്ട് ഫസ്റ്റിൽ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യന്റെ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇവിടെ എന്തായിരുന്നു? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു പോയിന്റ് ലോഡ് 3 കിലോ ന്യൂട്ടൺ. 3 കിലോ ന്യൂട്ടൺ. എ പോയിന്റ്, ബി പോയിന്റ്, സി പോയിന്റ് ആൻഡ് ബി പോയിന്റ്. സോ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് കിട്ടാനാണ് ഞാൻ താഴത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. അപ്പോൾ SFD വരയ്ക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളൊരു ബേസ് ലൈൻ വരച്ചു. ആ ബേസ് ലൈനിന് മുകളിൽ പോസിറ്റീവ് വാല്യൂസ്, താഴെ നെഗറ്റീവ് വാല്യൂസ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് മുകളിൽ പോസിറ്റീവ് വാല്യൂസ്, താഴെ നെഗറ്റീവ് വാല്യൂസ്. അപ്പൊ നമുക്ക് ആദ്യം ബി പോയിന്റ് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ബി. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയത്. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താണ്? പ്ലസ് 0.5. പ്ലസ് 0.5. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആണ്. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടിയിരിക്കുന്നത് പ്ലസ് 0.5. അപ്പൊ അവിടെ ഇങ്ങനെ 0.5
മാർക്ക് ചെയ്തു. ഇത് നമ്മൾ സി ബി സ്പാനിലാണ് നോക്കിയിരിക്കുന്നത്. സി ബി സ്പാൻ, സി ബി എന്ന് പറഞ്ഞ പോർഷനിൽ ഷിയർ ഫോഴ്സ് അറ്റ് ബിക്ക് 0 വാല്യൂ, ഷിയർ ഫോഴ്സ് അറ്റ് സിക്ക് കിട്ടിയിരിക്കുന്നത് 0.25. നോക്കിയേ, സി ബിയിലും എന്താ ഉള്ളത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ഇൻക്ലൈൻഡ് ലൈൻ. സി ബി എന്ന് പറഞ്ഞ പോർഷൻ കൺസിഡർ ചെയ്തപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി 0, ഷിയർ ഫോഴ്സ് അറ്റ് സി പ്ലസ് 0.5. ഇനി അടുത്ത് നോക്കേണ്ടത് ഡി സി എന്ന് പറഞ്ഞ പോർഷൻ, ഡി സി പോർഷൻ, ഡി സി. സോ ഡി സിയിൽ ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താണ്? പ്ലസ് 3.5 കിലോ ന്യൂട്ടൺ. ഷിയർ ഫോഴ്സ് അറ്റ് സി പ്ലസ് 3.5 കിലോ ന്യൂട്ടൺ. അപ്പൊ എന്ത് ചെയ്യുക? ബേസ് ലൈനിൽ നിന്നാണ് 3.5 കിലോ ന്യൂട്ടൺ വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടം വരെ എന്താണ്? 0.5 ഉണ്ട്. റിമൈനിങ് 3 മുകളിലേക്ക് വരയ്ക്കാം. അപ്പോ 3.5 ഇവിടം വരെ 3.5 കിലോ ന്യൂട്ടൺ, 3.5 കിലോ ന്യൂട്ടൺ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഡിയുടെ വാല്യൂ നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ഡി, ഡി കിട്ടിയിരിക്കുന്നത് സി ഡി പോർഷനിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇതാണ് 5.5 കിലോ ന്യൂട്ടൺ. ഷിയർ ഫോഴ്സ് അറ്റ് ഡി 5.5 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ നിന്ന് 5.5 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 5.5 വരുന്നത്. പിന്നെ നോക്കി, ഡി സി എന്ന് പറഞ്ഞ പോർഷനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അതാണ്ട് ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കും. ഡി മുതൽ സി വരെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്പാൻ നോക്കിയാൽ, ലാസ്റ്റ് പാർട്ട് നോക്കിയാൽ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് 5.5 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടിയത്. അവിടെ എന്താണ്? എക്സിന്റെ ടേംസ് ഒന്നുമില്ല, അതുകൊണ്ട് ഷിയർ ഫോഴ്സ് അറ്റ് എയും 5.5, ഷിയർ ഫോഴ്സ് അറ്റ് ഡിയും 5.5, രണ്ടും 5.5 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ, ഡിയും 5.5 ആണ്, എയും 5.5 ആണ്. അപ്പൊ ഇതാണ് എസ് എഫ് ടി പ്ലസ് ഷിയർ ഫോഴ്സ് അറ്റ് ഡി. സോ ഇത് മനസ്സിലായോ എങ്ങനെ വരച്ചെന്ന്? Yes, sir. ഓക്കെ. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ എന്ത് ചെയ്യുക? ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ബേസ് ലൈനിന് മുകളിൽ പോസിറ്റീവ് വാല്യൂസ് ആണ്, താഴെ നെഗറ്റീവ് വാല്യൂസ് ആണ്. പിന്നെ ഒരു കാര്യം ഓർത്തിരുന്ന എളുപ്പം ഉണ്ടാവും. നമുക്ക് കാന്റിലിവർ ബീംസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കാന്റിലിവർ ബീംസിൽ ബെൻഡിങ് മൊമെന്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഷിയർ ഫോഴ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതൊന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കി, എല്ലാ കാന്റിലിവർ ബീമിലും ഷിയർ ഫോഴ്സ് മുഴുവൻ വാല്യൂസും പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടിയത്. അത് കണക്കിന് ബെൻഡിങ് മൊമെന്റ് എല്ലാ വാല്യൂസും നെഗറ്റീവ് വാല്യൂസ് ആണ് കിട്ടിയത്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക എല്ലാവരും. ഇനി നമുക്ക് ഷിയർ ഫോഴ്സിന്റെ സോൾവ് ചെയ്യാം, അല്ല ബെൻഡിങ് മൊമെന്റ് സോൾവ് ചെയ്യാം. ആദ്യം സി ബി എന്ന് പറഞ്ഞ പോർഷൻ നോക്കുവാണ്. അപ്പൊ നോക്കിയേ, സി ബി എന്ന് പറഞ്ഞ പോർഷനിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി കിട്ടിയിരിക്കുന്നത് എന്താണ്? 0 ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇതാണ്ടേ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ബി 0 കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ്ട് ബേസ് ലൈനിൽ മാർക്ക് ചെയ്യുക. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 0. ഇനി സി ബി പോർഷനിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇതാണ്ടേ മൈനസ് 0.625. സി ബി പോർഷനിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി മൈനസ് 0.625. ഇതാണ്ടേ മൈനസ് ആയതുകൊണ്ട് ബേസ് ലൈനിന് താഴെ മൈനസ് 0.625, മൈനസ് 0.625 അത് മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് ഡി സി പോർഷൻ നോക്കണം. ഡി മുതൽ സി വരെയുള്ള പോർഷൻ. ഡി സി പോർഷനിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി സെയിം തന്നെ കിട്ടിയത്, 0.625 തന്നെ കിട്ടിയിരിക്കുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി നോക്കിക്കേ, മൈനസ് 4.565. മൈനസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി മൈനസ് 4.565. അപ്പൊ ഇത് കുറച്ചും കൂടി താഴെയായിട്ടായിരിക്കും വരുന്നത്. മൈനസ് 4.565, മൈനസ് 4.565. ഇനി ലാസ്റ്റ് പോർഷൻ ഇതാണ്ടേ, ലാസ്റ്റ് പോർഷനിൽ ഡിയിൽ സെയിം വാല്യൂ തന്നെ കിട്ടിയിരിക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡി മൈനസ് 4.565, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്താണ്? മൈനസ് 5.9375. അപ്പൊ അത് കുറെ കൂടി താഴെ മൈനസ് 5.9375. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഈ എ മുതൽ ഡി വരെയുള്ള പോർഷനിൽ
ലോഡ് വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എ മുതൽ ഡി വരെ ഉള്ളത് ഒരു ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ ഡി മുതൽ ബി വരെ ഉള്ളത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് ഒരു പാരബോള ആയിരിക്കും. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അത്രയും പോർഷനിൽ നമ്മൾ ഇതാണ്ട് പാരബോളയാണ് വരച്ചിരിക്കുന്നത്. അത്രയും പോർഷനിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും പോർഷനിൽ പാരബോള. ഇവിടെ എന്താണ്, ഈ സ്പാനിൽ ലോഡ് ഒന്നുമില്ല. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണ് യു ഡി എൽ വരയ്ക്കുന്നത്. മനസ്സിലായോ? സോറി, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. യു ഡി എല്ലിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? Yes, sir. എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല?